അമ്മയോടുള്ള സ്നേഹം കൊണ്ടാ. അതമ്മയ്ക്ക് അറിയോന്നറിയില്ല. എന്റെ മരണം കൊണ്ടെങ്കിലും. അയ്യോ, ഒന്നുമില്ല മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് പ്രീതി. അയ്യോ മോളെ, പ്രീതി മോളെ, അനങ്ങുന്നില്ലല്ലോ. പ്രീതി, ശ്യാമേ നീ പോയി വെള്ളം എടുത്തോണ്ട് വാ. മോളെ പ്രീതി. എന്താ ശാരദാമ്മേ? മോളെ, അയ്യോ പ്രീതി, 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 മോളെ, മോനെ മോളെ, മോളെ, പ്രീതി, മോളെ, ഈശ്വര, പ്രീതി, പ്രീതി. അതെ, ബെഡ് കോഫി കിട്ടിയില്ല. അയ്യോ, സ്വർണ്ണത്താലത്തി ബെഡ് കോഫി ആയിട്ട് 3 പരിചാരികമാരെ അന്തപുരത്തിലേക്ക് അയച്ചിരുന്നല്ലോ. അവരെങ്ങ് എത്തിയില്ലേ? ദേ, ഇതാദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. നാളെ മുതൽ ഞാൻ എണീക്കുന്നതിന് മുന്നേ നീ കുളിച്ചേച്ച് അടുക്കളയിൽ കയറിക്കോണം. നീ എനിക്ക് റൂമിലേക്കൊന്നും ചായ കൊണ്ടുവരണ്ട. പക്ഷേ ഞാൻ ഉണർന്നു വരുമ്പോ ഒരു ചൂട് ചായ കിട്ടിയില്ലെങ്കിൽ എന്റെ മോള് വിവരം അറിയുവേ. എന്നാ കുടിച്ചോ. ഇത് കോഫിയാണോ? അല്ല, ചായ. എനിക്ക് കോഫി മതി. എന്നാ കുടിക്കണ്ട. എനിക്കുള്ള കോഫി ഞാൻ ഉണ്ടാക്കിക്കോളാം. എങ്കിലാ അതിശയം എനിക്കൂടെ ഒന്ന് കാണണമല്ലോ. എന്തിനാ പരിഹസിക്കുന്നത്? വിറകടുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിറകടുപ്പിലാണെങ്കിലും കാപ്പിപ്പൊടി ഇല്ലാതെ കാപ്പി ഉണ്ടാക്കുന്ന ഒരു അതിശയല്ലേ മോളെ? കാപ്പിപ്പൊടി ഇല്ലേ? എന്നാ പിന്നെ ചായ ആണെങ്കിലും മതി. ദേ, വേണ്ടാന്ന് പറഞ്ഞ സാധനത്തെ തൊട്ടാലുണ്ടല്ലോ ഈ കൈ ഞാൻ വിട്ടു. മാറ്റിക്കോ. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അതിനെന്താ, ഞാൻ ഇനി കുളിപ്പിച്ചു തരണോ? അല്ല, ബാത്റൂമിൽ ടാപ്പൊന്നും കണ്ടില്ല. ഇവിടെ എവിടുന്ന വെള്ളം എടുക്കുന്നേ? ഈ കിണറ്റീന്നാണോ? കിണറുണ്ട്, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അടുത്തിട്ട് കണ്ടു കിടക്കുക. വർഷത്തിൽ പകുതി അങ്ങനെയാ. കാലവർഷമായ കുറച്ച് മഴവെള്ളം കിട്ടും. അതിന് കാലവർഷം ആയില്ലല്ലോ. ഇപ്പൊ എവിടുന്ന വെള്ളം എന്നൊന്ന് പറയോ? ചൈന കോളനിയില് വെള്ളം കിട്ടുന്ന ഒരൊറ്റ ടാപ്പേ ഉള്ളൂ, കോർപ്പറേഷൻ ടാപ്പ്. എന്താടി മിഴിച്ചു നോക്കുന്നേ? അത് കോളനി എന്ന് പറഞ്ഞാ അതെവിടെയാ? ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. 1/2 കിലോമീറ്റർ ദൂരം നടന്നുപോയി വെള്ളം ചുമന്നോണ്ട് വരാനോ? നീ ഓട്ടോ വിളിച്ചു പോയാലും എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷേ ATM-ന്ന് കാശെടുക്കുന്നത് പോലെ നിന്റെ സൗകര്യത്തിന് അവിടെ ചെന്നാ വെള്ളം കിട്ടില്ല. പുലർച്ചെ 4 മണി മുതല് പെണ്ണുങ്ങൾ കൊടവുമായിട്ട് അവിടെ ക്യൂവാ. ആദ്യം ചെല്ലുന്ന ക്രമത്തിനാ വെള്ളം കിട്ടുന്നേ. ആരെങ്കിലും വരി തെറ്റിച്ചാ കുടം വെച്ചാ പിന്നെ അടി കിട്ടുക. ദേ, ഇനി മുതൽ നിന്റെ കുടവാ അത്. എടുത്തോണ്ട് പോക്കോ. വെള്ളം എടുക്കാൻ ഞാൻ തന്നെ പോണോ? നിന്റെ ആവശ്യത്തിന് പിന്നെ നീ തന്നെ പോണ്ടേ? എനിക്ക് വേണ്ടപ്പോ ഞാൻ പോയിക്കോളാം. അപ്പൊ രോഹിത്തിന്? അവനുള്ളത് ഇതുവരെ ഞാനാ എടുത്തോണ്ടിരുന്നത്. അതെന്തായാലും നന്നായി. ഇനി മുതലേ അവന് വേണ്ടത് കൂടി നീ ഇന്ന ചായ. എടാ, ആ പൈപ്പ് കണക്ഷന്റെ കാര്യം ഒന്ന് നോക്കണം കേട്ടോ. നോക്കാം. ഇപ്പോഴാണെങ്കിൽ സർക്കാർ സൗജന്യമായി കണക്ഷൻ കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. ജനനിധി എന്നും പറഞ്ഞേ. നോക്കാം, അത് പറഞ്ഞില്ല. നിനക്കെന്താ എന്ത് പറഞ്ഞാലും ഒരു ഉദാസീനത. ഇവിടുത്തെ ഹീറ്റർ കേടായിട്ട് മാസങ്ങളായി. ഇന്ന് രാവിലെ ആണെങ്കിൽ ഗ്യാസും തീർന്നു. ഇമാതിരി പരാതിയൊന്നും ഇതിനു മുമ്പ് ഇവിടെ കേട്ടിട്ടില്ലല്ലോ. ഗ്യാസ് തീർന്നെന്നും ഹീറ്റർ കേടായെന്നൊക്കെ. അമ്മ വിറകടുപ്പല്ലേ കത്തിച്ചുകൊണ്ടിരിക്കുന്നേ? എനിക്കതൊക്കെ ശീലമാ. അതുപോലെയാണോ പുതിയ കുട്ടികള്?
ഓ, അപ്പൊ അതാണ് കാര്യം. പുതിയ കുട്ടി. അത് തന്നെയാ കാര്യം. എന്തു പറഞ്ഞാലും അവള് നിന്റെ ഭാര്യ. ഇതുവരെ അവളോട് ഇല്ലായിരുന്ന സ്നേഹം അമ്മയ്ക്കിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചു. ഇത്ര നാളും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അവളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുക എന്നൊക്കെയല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഒക്കെ ശരിയാടാ. എന്നാലും ചില സമയത്ത് പാവം തോന്നും. എന്നെ പോലൊരു പെണ്ണല്ലേ അവളും. പക്ഷെ ഗ്യാസ് തീർന്നു, ഹീറ്റർ കേടായി എന്നൊക്കെയുള്ള പരാതി നീ കേൾക്കാതിരുന്നതേ അങ്ങനെ ഒരു പരാതി പറയാൻ നിന്റെ അച്ഛൻ ഇടവരുത്താത്തത് കൊണ്ടാ. എല്ലാം നോക്കിയും കണ്ടും ചെയ്യുമായിരുന്നു അദ്ദേഹം. കല്യാണം കഴിഞ്ഞ മുമ്പ് എത്ര ശത്രുതയിൽ കഴിഞ്ഞവരും സ്വരുമയിൽ പോകുന്നതാ ഞാൻ കണ്ടിട്ടുള്ളത്. പാവത്തിന്റെ ആ വരവ് കണ്ടോ? ഒന്ന് ചെന്ന് സഹായിച്ചു കൊടുക്കടാ. അമ്മയെ പോലൊരു പെണ്ണ് പോകുന്നതുണ്ടോ? ഒരു സാധു. പ്രീതി ഫോൺ എടുക്കുന്നില്ലല്ലോ രാഘവേട്ട. അവളിനി എന്നോട് പിണങ്ങി ഫോൺ എടുക്കാത്തതാണോ? ഭാമേ, അവൾക്കിപ്പോ നല്ല ക്ഷീണമൊക്കെ ഉള്ളതല്ലേ? നടന്നെത്താൻ തന്നെ കുറെ സമയം എടുക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, മോളെ പ്രീതി. പ്രീതി അല്ല സത്യാമ്മേ, ഞാൻ ശാരികയാ. പ്രീതി അവളെവിടെ? പ്രീതിക്ക് രാവിലെ പെയിൻ കൂടി സത്യാമ്മേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. ഹോസ്പിറ്റലിലോ? അതെ സത്യാമ്മേ, നല്ല പെയിൻ ഉണ്ടായിരുന്നു, അതാ കൊണ്ടുപോയത്. പ്രീതി ഫോൺ എടുത്തില്ല. ആരൊക്കെ ഉണ്ട് അവളുടെ കൂടെ? അത് അമ്മയും ശാലിനിയും ഉണ്ട്, പിന്നെ അർജുനേട്ടനും വിഷ്ണുവേട്ടനും ഉണ്ട്. ഏത് ഹോസ്പിറ്റല്? കരുണ ഹോസ്പിറ്റൽ. ശരി, എന്നെ ഫോൺ വയ്ക്ക. എന്താ ഭാമേ? രാഘവേട്ട, പ്രീതിക്ക് പെയിൻ കൂടി കരുണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന്. അപ്പൊ കൂടെ ആരാ? ശാരദാമ്മയും ശാലിനിയും ഒക്കെ ഉണ്ട്. ശാലിനി, സമയമായി. നീ വിഷ്ണുവിനെ അർജുനെ വിളിക്ക വേഗം. വിഷ്ണുട്ടാ, നിർത്തിയിട്ടൊന്ന് വാ. എന്താ? അത് മോനെ, പ്രസവത്തിനുള്ള സമയം അടുത്തു. ഇതെന്താ ചെയ്യണ്ടേ? അത് വണ്ടിയൊന്നും ശരിയായില്ലല്ലോ, ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കണം. ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുപോയിക്കോളാം ശാരദാമ്മ. ശാരദാമ്മ, ഒരു കാര്യം ഞാനുണ്ടല്ലോ, ഞങ്ങൾ താങ്ങിയെടുത്തോളാം. ഈ ദൂരം കുറച്ചൊന്നും അല്ല മക്കളെ, ലക്ഷണം അത്ര നല്ലതല്ല.
മാസം തികയാതുള്ള പ്രസവമല്ലേ, സൂക്ഷിക്കണം. പ്രസവ സമയമെടുത്ത സമാധാനമായിട്ട് പ്രസവിക്കാൻ അനുവദിക്കുക തന്നെ വേണ്ടത്. മോളെ, ശാരദാമ്മേ, അത് മോനൊന്നും കൊണ്ട് പേടിക്കണ്ട. പ്രസവം എടുത്ത എനിക്ക് നല്ല പരിചയമുണ്ട്. ഹോസ്പിറ്റലും ഡോക്ടർമാരും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അമ്മമാര് പ്രസവിച്ചിട്ടില്ലേ? പക്ഷേ ശാരദാമ്മ ഈ നട റോഡിൽ എന്ത് ചെയ്യാനാ? ഒരു മറവ് കിട്ടിയാ മതി, ബാക്കി ഞാൻ ഏറ്റു. ഇതിനടുത്ത് വീടൊന്നുമില്ല അമ്മ. ഇത് ഇവിടെ ഒരു പാലമല്ലേ, അതിനടിയിലൊരു മറവുണ്ടാവല്ലോ. സൂക്ഷിച്ച്. ജോസെ, കുറച്ചുകൂടി വേഗത്തിൽ പോ. ശരി മാഡം. എന്താ എന്താ പ്രശ്നം? എന്താ എന്തു പറ്റി? റോഡിന് കുറുകെ ഒരു മരം ഒടിഞ്ഞു വീണിരിക്കുക. അപ്പോ മരം മുറിച്ചു മാറ്റിയാലേ ഇനി അതുവഴി പോകാനൊക്കൂ. അയ്യോ ഫയർഫോഴ്സ് വരുന്നുണ്ട്. ദൈവമേ. ഇതിന് 100 മീറ്റർ അകലെ ഒരു ബൈ റോഡുണ്ട്, അതുവഴി നിങ്ങൾക്ക് പോവാം. വണ്ടി റിവേഴ്സ് എടുക്ക്. അല്ല, ഇതുവഴി ബൈ റോഡിലെത്താം. അതൊരു ചെറിയ വഴിയല്ലേ, എതിരൊരു വണ്ടി വന്നാ കുടുങ്ങും. ഞങ്ങൾക്ക് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് കരുണ ഹോസ്പിറ്റലിൽ എത്തണം. ജോസെ, അത് വേണ്ട, നമുക്ക് പെരുന്തേനരുവി പാലം വഴി തന്നെ പോകാം. ജോസ് വണ്ടി എടുക്ക്. വിഷ്ണു, ഒന്നും ഉണ്ടാവില്ല. മോളെ, മോളെ പ്രീതി, നമ്മളെ കൊണ്ട് പറ്റുമോ? നീ കൂടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവളുടെ ആത്മവിശ്വാസം തകർക്കല്ലേ. അവക്കിപ്പോ അല്പം ധൈര്യം കൊടുക്ക വേണ്ടത്. മോളെ, നീ പേടിക്കാതെ, ശാരദാമ്മയല്ലേ കൂടെ ഉള്ളത്. മോളെ, നീ ഒന്ന് ശ്രമിക്കടാ. പ്രീതി, ഒന്ന് ശ്രമിക്കും മോളെ. അയ്യോ, കൊറേ നേരമായി നടക്കുന്നല്ലോ പൊന്നെ, അടുത്തെങ്ങും ആരെയും കാണുന്നുമില്ല. ഇവിടൊന്നും ആൾപ്പാർപ്പുള്ള ലക്ഷണമല്ല സത്യമേ. എന്നവാ, നമുക്ക് തിരിച്ചു പോകാം. ഒരുപക്ഷെ കാറ് ബ്രേക്ക് ഡൗൺ ആയി അവര് മറ്റേതെങ്കിലും വണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. എങ്കിൽ അവരാരെങ്കിലും ഫോണിൽ കിട്ടണ്ടേ സത്യമേ? അത് ശരിയാ, ഒന്ന് വിളിച്ചു നോക്കട്ടെ. കോള് പോകുന്നില്ല. എങ്കിൽ അവർ ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും സത്യമേ. നേരത്തെ നമ്മൾ വിളിച്ചപ്പോഴും അവർ ഈ പരിസരത്ത് തന്നെ ആയിരിക്കും. അതായിരിക്കും കോള് കിട്ടാതിരുന്നത്. ദേ, എന്റെ ഫോണിലും റേഞ്ച് ഇല്ല. അത് ശരിയാവണമെന്നില്ല പൊന്നി. ഹോസ്പിറ്റലിൽ ഇപ്പൊ മൊബൈൽ ജാമറൊക്കെ ഉണ്ടാവില്ലേ?
വാ പോകാം. സത്യമേ ദാ അവിടെ ആൾപെരുമാറ്റം ഉള്ളതിന്റെ ലക്ഷണമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയാലോ? അത് വേണം പൊന്നി. എന്തായാലും ഇത്രയും ചുറ്റിയതല്ലേ സത്യമേ, ഇനി അവിടെയും കൂടി നോക്കിയില്ലാന്ന് വേണ്ട. ശരി, നീ വാ. പെൺകുഞ്ഞ സത്യമേ. ശാരദാമ്മേ, എന്റെ മോക്ക്. സത്യമേ, പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞ് തലതിരിഞ്ഞാ കിടന്നിരുന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ചാലും അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. മോളെ പ്രീതി. അവസരം തന്നില്ലല്ലോ മോളെ. നിന്നോട് ഒരു വെറുപ്പില്ലെന്ന്, നിന്നോടുള്ള സ്നേഹം കൂടുതലുമുണ്ട്. അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഒരു വാക്ക് പറയാൻ നീ എനിക്കൊരു അവസരം തന്നില്ല മോളെ. ഈശ്വര ദേവി, എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെന്ന് പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ. എന്റെ കൈകളിൽ നീ ഉണ്ടാവുമെന്ന് നിത്യവും വിളക്ക് വെക്കുന്ന ഞാൻ പറഞ്ഞത് നീ കേൾക്കാതെ പോയോ? ശാരദയുടെ തലിക്ക് സത്യം ഉണ്ടെങ്കിൽ എന്റെ ഈ കുഞ്ഞിന്റെ ജീവൻ കെടുത്തിക്കളയ. വേറെ ഓട്ടോ പറഞ്ഞു വിട്ടത് ബുദ്ധിയായി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് ഭാമാന്റെ ഒന്ന് കാണട്ടെ. കുറച്ച് അവശത കൂടിയെടുത്ത് മുഖത്തിട്ടേക്കാം. ഇവിടെ എന്തോ വിശേഷം നടക്കാനില്ല. ഞാനറിയാതെയോ? അതെ, ഇവിടെ എന്താ വിശേഷം? നിന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ ഇവിടെ ഇന്ന് വിശേഷമാ. എന്ത്? നീയെന്നോ? ഞാൻ ആരാണെന്ന് അറിയോടാ നിനക്ക്? ഇവിടുത്തെ ഡ്രൈവറുടെ ഭാര്യയല്ലേ? കുഞ്ഞ് എന്തിനാ അവന്റെ പാക്കറ്റ് കയറുന്നേ? കുഞ്ഞിന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അകത്തോട്ടേ സാറുണ്ടോ അവിടെ? ഭാമാന്റെ ഒന്ന് വന്നോട്ടെ, ശരിയാക്കി തരാം നിന്നെ ഞാൻ. ഓ കഷ്ടം. നീ എന്തിനാണ് അവളെ ചൊറിയാൻ പോകുന്നേ? അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ?
സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ പിള്ളച്ചേട്ടോ എന്റെ ആശാനെ ഏടത്തേമേ ഇവള് ബുദ്ധിമുട്ടി തോർക്കുമില്ലേ ചവിട്ടി കീറാനാ തോന്നുന്നേ. പോട്ടടാ, അതിന്റെ അല്ലേ അവളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും കലിപ്പ് തീരില്ലല്ലേ പിള്ളച്ചേട്ടോ. അത് നമുക്ക് പിന്നെ തീർക്കാം. ഇതങ്ങോട്ട് കെട്ടാൻ നോക്ക്. അങ്ങോട്ട് അന്ന് പ്രീതിക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു അറിഞ്ഞപ്പോ കൊട്ടും കുരവയും ആഘോഷവുമായിരുന്നു ഈ വീട്ടില്. എന്നിട്ട് എന്റെ പേരക്കുഞ്ഞിനെ കൊന്നുകളഞ്ഞവൾ ഇപ്പോഴും സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നു. നിയമത്തിനൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിധി ശിക്ഷ നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കാലം കണക്ക് തീർക്കാതിരിക്കില്ല സുസ്മിതേ. വസുമതി ആന്റി അല്ലേ, ഉറപ്പായിട്ട് അവർക്ക് ശിക്ഷ കിട്ടും അങ്കിൾ. സുസ്മിതേ, സത്യം സൂര്യനെ പോലെയാ. പഴമുറം കൊണ്ടൊന്നും അതിന് മറയ്ക്കാനൊന്നും ആവില്ല. അല്ല, നീ കേട്ടിട്ടില്ലേ ഈ വസുദേവരുടെയും ഈ ദേവകിയുടെയും 8ാമത്തെ കുഞ്ഞ് കംസനെ നിഗ്രഹിക്കുന്ന പ്രവചനം പേടിച്ചാണ് അയാള് അവരെ തടവിലടച്ചത്. 7 കുഞ്ഞുങ്ങളെ അയാൾ കൊന്നൊടുക്കിയെങ്കിലും 8ാമത്തെ കുഞ്ഞ് പിറക്കുകയും ചെയ്തു, അയാളെ നിഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ ഓലക്ക. അല്ല, പ്രീതിയുടെ കുഞ്ഞ് ആണോ പെണ്ണോ അങ്കിൾ? പെൺകുട്ടിയെ സുസ്മിതേ. അല്ല സുസ്മിതേ, ഇതൊക്കെ കേട്ടിട്ടും നിന്റെ മുഖത്ത് ഒരു പ്രസന്നതയില്ലാത്തത്? അയ്യോ, ഭയങ്കര പ്രസന്നത അങ്കിൾ. പക്ഷെ ഉള്ളിലുള്ളത് പുറത്തു വരില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. നിന്റെ ഉള്ളിലുള്ളതൊന്നും പുറത്തു വരാത്തത് തന്നെയാ സുസ്മിതേ നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് അപകടമാണ്. സുസ്മിതേ, പിന്നെ നിനക്ക് വലിയ പ്രസന്നതയാന്നല്ലേ പറഞ്ഞത്? പോയി വീടലങ്കരിക്കും. കുഞ്ഞിനെ കൂടെ അവരിപ്പം വരുമെന്നേ. ദാ പിടിക്ക്. അതെ, പൊന്നി ഇവിടെ ഇല്ല, അതുകൊണ്ടാ. പുറകെ കൂടെ ചെന്നൊരു ചവിട്ട് വെച്ചു കൊടുത്താലോ? വീൽ ചെയറോടെ ചെന്ന് മുറ്റത്ത് മുഖം അടിച്ച് വീഴണം. പൊന്നിയുടെ സ്ഥാനത്താണോ ഞാൻ? ആ കമലം പറഞ്ഞത് ഒരണക്കിന് ശരിയാ. ഡ്രൈവറുടെ ഭാര്യ, അത്രയല്ലേ ഉള്ളൂ. പ്രീതിക്കൊരു കുഞ്ഞൂടെ പിറന്നതോടെ ഭാമാണ്ടിക്ക് അവരോടാവും പ്രിയം. ഇല്ല, അങ്ങനെ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല ഞാൻ. തോൽവി എന്നത് സുസ്മിതയുടെ മരണമാണ്. സുസ്മിതേ, അല്ല എന്തെങ്കിലും വേറെ പ്ലാൻ വല്ലതും ഉണ്ടോ? എന്ത് പ്ലാനിങ്? എന്നാ പറഞ്ഞ് ജോലി ചെയ്യ്. പോ. സുസ്മിതേ, നീ ആരതി കൊണ്ടുപോയി പുറത്ത് തട്ടിയിട്ട് വാ. ദോഷങ്ങളൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല. അപ്പൊ ഇവളും പുറത്തു പോണം. എന്താ രാഘവേട്ട? അല്ല, സുസ്മിത തന്നെ കൊണ്ടുപോയി തട്ടിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാ. അത് ശരി, പെട്ടെന്ന് കളഞ്ഞിട്ട് വാ. പൊന്നി, ഇതുകൊണ്ട് പുറത്ത് തട്ടിയിട്ട് വാ. സുസ്മിതയോട് പറഞ്ഞ പണി സുസ്മിത തന്നെ ചെയ്താൽ മതി. സുസ്മിതയെന്നോ? ഒരിക്കൽ സുസ്മിത തന്നെയല്ലേ പറഞ്ഞത് കുഞ്ഞെന്നൊക്കെ വിളിച്ചുള്ള ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്ന്. പിന്നെ ഇപ്പൊ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. സുസ്മിതേ, കൊണ്ടുപോയി കളാ. കൊണ്ടുപോയി കളയടി. പോവാ. എന്നാ പോ. പിള്ളേ, നമുക്ക് അകത്ത് പോവാം. എന്നെ അങ്ങോട്ടൊന്ന്. ശരി. ഇനി ഇതെല്ലാം നോക്കി നടത്താൻ യോഗ്യ സത്യഭാമയല്ല, ശാരദാമ്മയുടെ മകൾ ശാലിനിയെ. നോക്ക്, ഇനി മുതൽ ഈ കുടുംബത്തിന്റെ നാഥ നീയായിരിക്കും. നീ പറയുന്നതേ ഇനി ഈ വീട്ടിൽ എല്ലാവരും അനുസരിക്കും, ഞാനടക്കം. വാങ്ങിച്ചോ?
നിനക്ക് നിന്നുള്ള യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ നിനക്ക് തരുന്നത്. ദേവി, യാതൊന്നും പ്രതീക്ഷിച്ചല്ല സത്യാമ്മേ ഞാനിതൊക്കെ ചെയ്തേ. സത്യാമ്മയുടെ മരുമകളായിട്ടുമല്ല. ഒരു മകൾ സഹോദരിക്ക് വേണ്ടി ചെയ്യേണ്ട കടമ, അത് മാത്രം ഞാൻ ചെയ്തേ. സത്യാമ്മ തരുന്ന താക്കോൽ കൂട്ടം ഞാൻ നിരസിച്ച അത് ധിക്കാരോ? മോളെ, നീ അനുസരിക്കാന്ന് സത്യാമ്മ എനിക്ക് വാക്ക് തന്നതാ. വാക്കല്ലേ സത്യാമ്മയ്ക്ക് ദൈവം. അവൾ അവിടെയും കയറി ഗോൾ അടിച്ചു. ശാലിനിയല്ല, സത്യാമ്മ തന്നെയാ ഇനിയും ഈ വീടിനും നാടിനും നാഥ. ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതും നോക്കി നടത്തേണ്ടതും സത്യാമ്മ തന്നെയാ. ഞാൻ തെറ്റ് കാണിച്ച ശിക്ഷിക്കാനും ശാസിക്കാനും സത്യാമ്മ ഉണ്ടാവണം. ഉണ്ടാവും സത്യാമ്മ. ഭാമാൻഡി, ഞാനൊന്നും പോകുന്നില്ല. അതെങ്ങനെ ശരിയാവും ഭാമേ? ബന്ധുക്കൾ കുറെ പേര് വരില്ലേ കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട്? ഇവൾ കൂടെ കിടക്കാൻ വേണ്ടി ഇവിടെ റൂമുണ്ടോ? അവള് പൊന്നിയുടെ കൂടെ കിടന്നോളും. ആന്റി, നീയല്ലേ മോളെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സന്തോഷം കൊണ്ടല്ലേ എന്റെ ശാലിനി കൊച്ചേ. എന്നൊന്ന് വിട്, എനിക്ക് തല കറങ്ങുന്നു. വിഷ്ണുട്ടാ, എന്നെ വിട്, ഞാനിപ്പോ വീഴും. അതിനല്ലേ ഞാൻ വീഴാതെ പിടിച്ചിരിക്കണേ. താഴോട്ടിറക്ക. എന്താ
എന്താ കുഴപ്പത്തിലും ഉണ്ടാ? കുഴപ്പം നീ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ശരിക്കും വട്ട് പിടിച്ച തന്നെ. എടോ പറഞ്ഞില്ലേ സന്തോഷം കൊണ്ടാന്ന്. അതെ, എന്താണാവോ ഇത്ര വലിയ സന്തോഷം? ദേ അഭിനന്ദന പെരുമഴയിൽ നനഞ്ഞു നിൽക്കായിരുന്നില്ല എന്റെ ശാലിനിക്കുട്ടിന്ന്. അതോർക്കുമ്പോ മനസ്സിനൊരു സുഖം. ആ. ഇയാളെ ആജന്മശത്രുവായിട്ട് പ്രഖ്യാപിച്ച സാക്ഷാ സത്യഭാമ പോലും ഇയാളെ സ്നേഹം കൊണ്ട് മൂടിയില്ലേ? അതൊക്കെ ഓർക്കുമ്പോ അതെ, അത്രയുള്ളൂ. അതെ, ഈ കൊടുങ്കാറ്റും പേമാരിയൊക്കെ ഒഴിഞ്ഞു, കടലും ശാന്തമായി. ആണോ? ഞാനേ ഇന്ന് പത്രം നോക്കിയില്ല. ഞാൻ പോയി നോക്കിട്ട് വരാമേ. അതെ അതെ, ഇയാള് ഇവിടെ നിക്ക്. ഇയാൾക്കറിയാം ഇനി എന്താ വേണ്ടെന്ന്. എന്നിട്ടും താനത് മനസ്സിലാവാത്തായിട്ട് ഭാവിച്ചിട്ട് എന്നെ ഇട്ട് വട്ട് കിട്ടുക. എന്താ വേണ്ടത്? എനിക്കറിയില്ല. ആഹാ, പലതവണ പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ലെങ്കിലേ ഇനി പ്രവർത്തിച്ച് കാണിക്കാം. എന്താ പ്രശ്നം?